ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമുക്ക് വിശപ്പായിട്ട് വേറൊരു ഫീലിംഗ് വരും. ആ വിശപ്പ് വരുമ്പോൾ നമുക്ക് വിശപ്പ് അതാണെന്ന് ശരിക്കും അറിയും. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അതിനെ ഒതുക്കുക സ്ഥിരമായിട്ട് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പോവും. എന്താണ് യഥാർത്ഥത്തിൽ വിശപ്പ്? നമ്മളെല്ലാവരും വിശപ്പ് അനുഭവിക്കുന്നവരാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയറ്റിക്കാളിച്ച, വിറയല്, ഗ്യാസിന്റെ പ്രശ്നം, ക്ഷീണം ഇതൊന്നും വിശപ്പല്ല. ഇതൊക്കെ മറികടന്നുകൊണ്ട് വരുന്ന ഒന്നാണ് വിശപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് വയറ്റിക്കാളിച്ചല്ല യഥാർത്ഥത്തിൽ വിശപ്പാണെന്ന് എങ്ങനെ മനസ്സിലാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വയറ്റിക്കാളിച്ച് വരുന്ന സമയത്ത് നമുക്കറിയാം വയറിന്റെ ഭാഗത്ത് ഒരു കാളൽ പോലെ ഫീൽ ചെയ്യും. അപ്പൊ ആ കാളൽ കഴിയുമ്പോൾ, ആ കാളൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വിട്ടുകൊടുക്കുമ്പോൾ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ആ കാളൽ മാറിക്കൊണ്ട് ഗ്യാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവത്തിലോട്ട് ഒരു ക്ഷീണമോ ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീലോ റെസ്റ്റ് എടുക്കാൻ തോന്നും. ആ സമയത്ത് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശപ്പായിട്ട് വേറൊരു ഫീലിംഗ് വരും. അപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ആ വിശപ്പ് വരുമ്പോൾ നമുക്ക് വിശപ്പ് അതാണെന്ന് ശരിക്കും അറിയും. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അങ്ങനെ ആ ചെറിയ വിശപ്പ് വരുമ്പോൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല വിശപ്പിലെത്തും. അപ്പൊ ഭക്ഷണം കഴിക്കുക. ഈ വിറയല്, വയറ്റിക്കാളിച്ച, ഈ ഗ്യാസിന്റെ പ്രശ്നം, ക്ഷീണം ഇതൊക്കെ ഉള്ളവരെന്ത് ചെയ്യുക? അവര് നന്നായിട്ട് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ കഴിക്കാവൂ. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളും ഇന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവർ. കാരണം അവർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത്. കാരണം അവർക്ക് ഇടയ്ക്ക് വിശപ്പ് വരുന്നതിന് മുമ്പ് ഈ ഒരു വിറയൽ അനുഭവപ്പെടും. അപ്പോൾ ഈ വിറയൽ അനുഭവപ്പെടുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കിട്ടിക്കോണം. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അതിനെ ഒതുക്കുക സ്ഥിരമായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായിട്ട് പലരും ജോലി ചെയ്ത് സ്കൂൾ പോകുന്നത്, പഠിക്കുന്നവർ അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവരൊക്കെ ഈ ജോലി നിർത്തേണ്ടി വന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സുഖപ്പെടുത്താൻ കഴിയും. പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒന്ന് മാറി നിന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അത് തീരും. അത് ആ അനുഭവം വന്ന് വിറയൽ വന്ന് വയറ്റിക്കാളിച്ച വന്ന് ആ ഒരു വേസ്റ്റ് ശരീരത്തിൽ നിന്ന് പോവും. റിമൂവ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ശരീരത്തിൽ നിന്ന് ദഹന പ്രക്രിയയിലുള്ള ആ ദഹന വ്യവസ്ഥയിലുള്ള വേസ്റ്റ് പൂർണ്ണമായി പോകുന്ന ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമുക്ക് ഈ വിറയൽ വയറ്റിക്കാളിച്ചുണ്ടാവുന്നത്. അത് പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശപ്പിന് നമുക്ക് ഈ വിറയലോ വയറ്റിക്കാളിച്ച് ഗ്യാസിന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നമ്മളെന്താ ചെയ്യുക? ഗ്യാസിന്റെ പ്രശ്നമോ വിറയലോ ഒക്കെ വരുമ്പോൾ നമ്മൾ വേഗം എടുത്ത് ഭക്ഷണം കഴിക്കും. പുതിയ ഭക്ഷണം വരുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള വേസ്റ്റ് ശരീരം പുറത്തുള്ളത് നിർത്തി വെക്കും. അതുകൊണ്ടാണ് ഈ വിറയലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു വിറയൽ നിൽക്കുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരിത് സ്ഥിരമായിട്ട് നിർത്തി നിർത്തി പോവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിർത്താതിരിക്കുക. നിങ്ങൾ ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുക. പോയി തലയണയൊക്കെ ഒഴിവാക്കി ബോഡി പോസ്റ്റർ നേരെ ആക്കിയിട്ട് കിടക്കുക. ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രയാസം മാറിയിട്ട് നല്ല വിശപ്പിലോട്ട് എത്തും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വിശപ്പ് എത്തുന്ന സമയത്ത് ഈ വിറയൽ മാറിയിട്ട് ഫസ്റ്റ് വിശപ്പ് എത്തുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. കക്കിരി അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് പെട്ടെന്ന് ദഹിക്കുന്ന വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് കഴിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. കാരണം പുതിയ ദഹനം നമുക്ക് വിശപ്പ് അറിഞ്ഞു തുടങ്ങുന്ന ഘട്ടമാണ്. അപ്പോൾ ശരീരത്തിന് പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുത്താൽ നമുക്ക് അടുത്ത വിശപ്പിന് ഇങ്ങനെ വിറയൽ ഉണ്ടാവില്ല. അപ്പം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വിറയലുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടന്നു പോവുക. ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് അതിലൊരു മാറ്റം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ അത് ക്ലിയർ ആയി കിട്ടും. നമ്മുടെ ശരീരം മൊത്തത്തിൽ ബാലൻസ് ആയിട്ട് നമുക്കൊരു സമാധാനപൂർണ്ണമായിട്ടൊരു ജീവിതം തീർച്ചയായിട്ടും കിട്ടും.